മിശിഹായിൽ അനുഗ്രഹീതരായ വത്സല സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വാരത്തിൻ്റെ വാതിലായിട്ടുള്ള ഓശാന ഞായറാഴ്ചയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ഏതൊരു കത്തോലിക്കനിലും നിരവധി ഗൃഹാതുരത്വ സ്മരണകൾ ഉണർത്തുന്ന ഒരു തിരുനാളാണ് ഓശാന ഞായർ എന്ന് പറയുന്നത്. കുരുത്തോലകൾ കൈകളിൽ ഏന്തിക്കൊണ്ട് യേശുവിൻ്റെ ജെറുസലേം ആ പ്രവേശനത്തിൻ്റെതായിട്ടുള്ള സ്മരണകൾ ഉണർത്തുന്ന ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും കുരുത്തോലകൾ കൈകളിൽ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധ ബലിയിലുള്ള പങ്കുചേരലുമൊക്കെ കൊച്ചുനാൾ മുതലുള്ള പല ഓർമ്മകളെയും ഈ തിരുനാളിൽ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. ഓർമ്മകളിലേക്ക് നമ്മുടെ കൈകൾ പിടിച്ച് ഉയർത്തുന്നതായിട്ടുള്ള ഒരു തിരുനാളാണ് ഈ ഓശാന ഞായർ എന്ന് പറയുന്നത്. ഈ ഒരു തിരുനാളിൻ്റെ വചന സന്ദേശം രണ്ട് ഭാഗമായിട്ട് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഈ ഓശാന ഞായറിൻ്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായിട്ടുള്ള പശ്ചാത്തലം, രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം എടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രായോഗിക തലവും. ഒന്നാമതായിട്ടേത് ചരിത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള പശ്ചാത്തലം. അപ്പോൾ 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുള്ള ചരിത്രത്തിലേക്ക് നമ്മളെ ഈ ഒരു തിരുനാൾ കൊണ്ടുപോകുന്നുണ്ട്. സുവിശേഷങ്ങളുടെ അവസാന പാദങ്ങളിലൂടെ ഉള്ളൊരു പ്രയാണത്തെ ഈ ഒരു തിരുനാൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പെസഹായിക്ക് 6 ദിവസം മുൻപ് ഈശോ ബഥാനിയയിലെത്തി എന്നാണ് യോഹന്നാൻ പറഞ്ഞു വെക്കുന്നത്. ബഥാനിയ കൂട്ടുകാർ പോലെ തന്നെ ഈശോയുടെ ശത്രുക്കളും അധിവസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടേക്ക് ഈശോ പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ ശിഷ്യന്മാർ ഭയപ്പെടുകയും തോമസ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്നൊക്കെ. മറ്റുള്ളവർ പറയുന്നത് നിന്നെ കല്ലെറിയുവാനായിട്ട് അവര് തയ്യാറായിട്ട് നിൽക്കുന്നു എന്നാണ്. ശത്രുക്കൾ നിറഞ്ഞ ഒരിടമാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബഥാനിയ എന്ന് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ലാസറും ഉള്ള ഒരു ഇടം തന്നെയാണ് ഈ പറഞ്ഞ ബഥാനിയ എന്ന് പറയുന്നത്. പരമപ്രധാനമായിട്ടുള്ള യേശുവിൻ്റെ ആ ഒരു 3 വർഷത്തെ പരസ്യ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു അത്ഭുതം സംഭവിക്കുന്നതും, പ്രത്യേകിച്ച് ഉദ്ധാനത്തിൻ്റെ സൂചകമായിട്ടുള്ള ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ടുള്ള, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു അത്ഭുതം സംഭവിക്കുന്നതും ഈ ബഥാനിയയിൽ തന്നെയാണ്. 4 ദിവസം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞതായിട്ടുള്ള ലാസറിനെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ആ ഒരു മഹാ അത്ഭുതം. അപ്പോൾ 6 ദിവസം മുൻപേ തന്നെ ഈശോ ബഥാനിയയിലുണ്ട്. അതിന് തലേനാളാണ് ശിമിയോൻ ആ ഒരു വലിയ വിരുന്ന് ഒരുക്കുന്നതും മറിയം തൻ്റെ കണ്ണുനീർ കണങ്ങളാൽ അവൻ്റെ പാദങ്ങൾ കഴുകുകയും ഈ നാർദീൻ തൈലം അവൻ്റെ പാദങ്ങളിൽ പൂശിക്കൊണ്ട് അവനെ പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലമായിട്ട് മറ്റൊരു കാര്യമുണ്ട്. അത് ഇതാണ്: ഇസ്രായേലരുടെ ഏറ്റവും വലിയ തിരുനാളായിട്ടുള്ള പെസഹ സംഭവിക്കുന്നത് ആ ദിവസങ്ങളിലാണ്. ചരിത്രകാരനായിട്ടുള്ള ജോസഫൂസ് ഒക്കെ പറയുന്നത് ഏകദേശം 10 ലക്ഷം യഹൂദരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടകരായിട്ട് ഈ ഒരു സമയത്തേക്ക് ജെറുസലേമിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവർക്കുള്ള വലിയ ഒരു വാർത്തയാണ് പറഞ്ഞ ലാസറിൻ്റെതായിട്ടുള്ള ആ ഒരു ഉയർപ്പ്. നസ്രായനായിട്ടുള്ള തച്ചനായിട്ടുള്ള ഈശോ ഒരു പ്രവാചകനാണ് എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ പരക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ ഒലിവുമഴയുടെ താഴ്വാരത്തേക്ക് ഓടി അങ്ങനെ ബഥാനിയയിലേക്ക് പോവുകയാണ്. ബഥാനിയ നമുക്കറിയാവുന്നതുപോലെ ജെറുസലേമിനും ജെറീക്കോയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്, താഴ്വാരമാണ്. ഒലിവുമലയിൽ നിന്നും നോക്കിയാൽ കാണുന്ന താഴ്വാരമായിട്ട് ഈ ബഥാനിയ നമുക്ക് പല വീഡിയോകളിലും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആളുകൾ ഇങ്ങനെ പോവുകയാണ്. യോഹന്നാനാണ് വ്യക്തമായിട്ട് തൻ്റെ സുവിശേഷത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഈശോ ജെറുസലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അവനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ തടിച്ചു കൂടുകയാണ്. വ്യക്തമായിട്ട് ഇത് യോഹന്നാൻ പ്രസ്താവിക്കുന്നുണ്ട്. അന്ന് വരെ തൻ്റെ വ്യക്തിത്വം മറച്ചു വെച്ചതായിട്ടുള്ള ഈശോ അന്ന് യേശു താൻ രാജാവാണെന്ന്, ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയാണ് അവിടെ. ആ ജനം ഇങ്ങനെ ഒലിവിലകളും സൈത്തിൻ കൊമ്പുകളും ഒക്കെ കൊണ്ട് സ്വന്തം വസ്ത്രങ്ങളൊക്കെ നിലത്ത് വിരിച്ചുകൊണ്ട് രാജകീയമായിട്ട് കർത്താവെ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ, ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് പറഞ്ഞ് എതിരേൽക്കുന്ന ലോകചരിത്രം കണ്ട അതിമഹത്തായ സംഭവമാണ് ഈ ഹോസാന ആ ഒരു ദിവസത്തിൽ സംഭവിക്കുന്നത്. ഈ പ്രവേശനത്തിന് പശ്ചാത്തലമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മുൻപും രാജകീയ പ്രവേശനങ്ങൾ പലത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ എപ്പോഴും ഇസ്രായേലരുടെ മനസ്സിൽ ഉണർന്നിരുന്നതായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ദാവീദിന്റെ ജെറുസലേം പ്രവേശനമായിരുന്നു. രാജാക്കന്മാരെ ആനയിക്കുമ്പോൾ ചില സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൽ ഇങ്ങനെ ഉരുവിട്ടിരുന്നു. പ്രത്യേകിച്ച് 110, 118 സങ്കീർത്തനങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർത്തനം പാടിക്കൊണ്ടാണ് ഇവര് യേശുവിനെ
സ്വീകരിച്ചതുപോലെ അന്നത്തെ കാലത്ത് രാജാക്കന്മാരെയും സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈശോ പ്രവേശിക്കുമ്പോൾ ജനക്കൂട്ടം ഇങ്ങനെ ആർപ്പ് വിളിക്കുകയാണ്. ഈശോയുടെ കൂടെയല്ലാത്ത ജനങ്ങൾ ഇത് കണ്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? അപ്പോൾ ഉത്തരം പറയുന്നുണ്ട്, ഇവൻ നസ്രത്തിൽ നിന്നുള്ള ഈശോയാണ്. അവിടെയുള്ള യുവാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ജനപ്രമാണികൾ ചോദിക്കുകയാണ്, ഇവരോട് നിശബ്ദരായിരിക്കുവാൻ വേണ്ടിയിട്ട് പറയുവൻ. ഈശോ പറയുന്നു, ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അവരെ നിശബ്ദരാക്കി കഴിഞ്ഞാൽ കല്ലുകൾ പോലും ശബ്ദമുയർത്തുന്നുണ്ട്. ആഘോഷങ്ങളും ശബ്ദ കോലാഹലങ്ങളും എല്ലാം ഒഴിവാക്കി നടന്നിരുന്ന ഈശോ ഇന്ന് ആഘോഷത്തോടുകൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനാണ് പോകുന്നത്. കാൽവരിയുടെ വിരിമാറിൽ കുരിശാകുന്ന ബലിക്കല്ലിൽ തൻ്റെ ഉടൽ ബലിയായിട്ട് അർപ്പിക്കുവാനാണ് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശനം നടത്തുന്നത്. ഇതാണ് ജെറുസലേം പ്രവേശനത്തിൻ്റെതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. നമുക്കിനി ആചരണത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക്, വചന സന്ദേശത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമതായിട്ട് ഈശോയെ രാജാവായിട്ട് ദാവീദിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. നാം ഓരോ ദേവാലയങ്ങളിൽ ചെന്ന് കുരുത്തോലകൾ വാങ്ങി തിരിച്ച് വീടുകളിൽ ചെന്ന് ഈ കുരുത്തോലകൾ നമ്മുടെ വീട്ടിലും നമ്മുടെ വാഹനങ്ങളിലും ആലകളിലും കിണറുകളിലും അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ നാഥനായിട്ട്, രാജാവായിട്ട്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവർ സ്വീകരിച്ചതുപോലെ നമ്മളും അവനെ സ്വീകരിക്കുകയാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് പ്രതിഷ്ഠിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ഈ ഒരു തിരുനാളിൻ്റെ അടിസ്ഥാന സന്ദേശവും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ രാജാവാണെങ്കിൽ, എനിക്കവൻ രാജാവാണെങ്കിൽ നാം അവിടുത്തെ പ്രജകളാണ്. ഈശോ ലോകത്തിന് വിഭാവനം ചെയ്ത് നൽകിയതായിട്ടുള്ള നിരവധി മൂല്യങ്ങളിൽ അവനെ രാജാവായി സ്വീകരിച്ചുകൊണ്ട് ആ മൂല്യങ്ങളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഈ ഞായറാഴ്ച ക്രിസ്ത്യാനി, തിരുനാൾ ക്രിസ്ത്യാനി മാത്രമായിട്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഷോയുടെ പ്രഹസനത്തിൻ്റെ ക്രിസ്ത്യാനി എന്നൊക്കെ പലരും നമ്മളെ ഇങ്ങനെ കളിയാക്കി വിളിക്കുന്നുണ്ട്. ക്രിസ്തീയ നാമം മാത്രം പേറുന്നവരായിട്ട് നമ്മൾ പലപ്പോഴും മാറുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വിഭാവനം ചെയ്ത് ലോകത്തിന് നൽകിയതായിട്ടുള്ള ആ ക്രിസ്തീയ മൂല്യങ്ങളിൽ ജീവിക്കുവാൻ ഈ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഓശാന ഞായർ എന്ന് പറയുന്നത് വലിയ ആഴ്ചയിലേക്കുള്ള വിശുദ്ധ വാരത്തിൻ്റെ ലേക്കുള്ള ഒരു വാതിലാണ്, വാതായനമാണെന്ന്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെല്ലാം ആത്മത്തിൻ്റെ കണ്ണാടി നോക്കുന്ന ഒരു ദിവസമാകണം ഈ ഓശാന ഞായർ എന്ന് പറയുന്നത്. കണ്ണാടി നോക്കുമ്പോൾ രണ്ടുണ്ട് പ്രത്യേകത. ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ വൈകൃതങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. മുടി ചീകി ഒതുക്കിയത് ശരിയായിട്ടില്ല, പൗഡർ കൂടിപ്പോയിട്ടുണ്ട്, മീശ ശരിയല്ല, താടി ട്രിം ഇനിയും ചെയ്യണം. ഇതൊക്കെ മനസ്സിലാകുന്ന ഇത് നമ്മൾ കണ്ണാടി നോക്കുമ്പോഴാണ്. ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ വൃത്തികേടുകളും വൈകൃതങ്ങളും നമ്മുടെ പോരായ്മകളും നമുക്ക് കാണാൻ പറ്റണമെന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കണ്ണാടി നോക്കിക്കൊണ്ട്. രണ്ടാമത്തേത്, ഈ വൈകൃതം മനസ്സിലാക്കി വൃത്തികേട് തിരിച്ചറിഞ്ഞ് ഇനി അത് വെടിപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ആ ആത്മമുഖം മിനുക്കുക എന്നുള്ളത്, എൻ്റെ ജീവിതത്തിൻ്റെ ആത്മത്തിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെതായിട്ടുള്ള പോരായ്മകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വൈരൂപ്യങ്ങൾ മാറ്റാൻ തുടങ്ങുവാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. സോക്രട്ടീസ് എന്ന് പറയുന്ന തത്വചിന്തകൻ പറയുന്നതായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. ആത്മപരിശോധന ചെയ്യാത്തതായിട്ടുള്ള ജീവിതം ജീവിക്കുവാനായിട്ട് യോഗ്യമല്ല എന്നാണ് ചിന്തകൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മപരിശോധനയിലേക്ക് പോകാൻ, ജീവിതത്തിൻ്റെ കുറവ് തിരിച്ചറിയുവാൻ, പക്ഷേ മറ്റാരും കാണാത്ത ഞാൻ മാത്രം അറിയുന്നതായിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പൊരുത്തക്കേടുകളും പോരായ്മകളും ഇതൊക്കെ തിരിച്ചറിയുവാനും തിരുത്തുവാനും ഈ വിശുദ്ധ വാരത്തിൽ സാധിക്കുന്നില്ല എങ്കിൽ ഈ പ്രദക്ഷിണവും ഈ ഗാന ആലാപനവും കുരുത്തോലകളും ഇതെല്ലാം പ്രഹസനമായിട്ട് തീരുന്നുണ്ട്. ജീവിതത്തെ നോക്കിക്കാണാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ ദിനം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ രാജകീയതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുതിരയെപ്പോലെ കുതിക്കുന്ന ലോകത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അധികാരങ്ങൾ വെട്ടിപ്പിടിക്കണം, വാങ്ങിപ്പിടിക്കണം, ആളുകളുടെ മേലെ കുതിര കയറണം എന്നാഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ കുതിരയെപ്പോലെ കുതിക്കുന്നവനിലല്ല ദൈവമുള്ളത്, കഴുതയെപ്പോലെ കിതയ്ക്കുന്നവനിലാണ് ദൈവമുള്ളത് എന്ന് ഈ ഒരു തിരുനാൾ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴുതയെപ്പോലെ കിതയ്ക്കുന്ന മനുഷ്യരും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ചുറ്റുപാടുമായിട്ടുണ്ട്. അവരുടെ നിലവിളികളും കണ്ണുനീരും ഒക്കെയുണ്ട്, വേദനകളും നൊമ്പരങ്ങളും ഉണ്ട്.
കുതിരയെ പോലെ കുതിക്കുന്ന ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല ഈശോ പറഞ്ഞു വെക്കുന്നത്. അധികാരത്തിന്റെ, ഗർഭിന്റെ, സമ്പത്തിന്റെ, സമൃദ്ധിയുടെ നടുവിലല്ല ദൈവമുള്ളതെന്ന് ഈ തിരുനാള് നമ്മോട് അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. കഴുതയെ പോലെ കിതയ്ക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന, ദൈവമേ രക്ഷിക്കണമേ എന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആർത്തു വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് ദൈവമുള്ളതെന്ന് ഇന്നത്തെ ദിനം നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേദനിക്കുന്ന മനുഷ്യരുടെ നിലവിളികൾ കേൾക്കേണ്ട കടമ നമുക്കുണ്ടെന്ന് ഈ ഒരു തിരുനാൾ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. സങ്കടങ്ങൾ കേൾക്കേണ്ട ഒരു ദിവസമാണ്, കാലഘട്ടമാണിത്. ചുറ്റും അങ്ങനെയുള്ള മനുഷ്യരെ കേൾക്കണം. ഏറ്റവും ഒടുവിലായിട്ട് ഈ തിരുനാളില് ഒരു പ്രായോഗിക തലത്തെ കൂടെ പറഞ്ഞു വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൈകളിൽ നമ്മൾ സ്വീകരിക്കുന്നതായിട്ടുള്ള ആ കുരുത്തോലകളെ ഒന്ന് നോക്കിക്കേ. മൂക്കാത്ത ഓലകളാണ്, ഇളം ഓലകളാണ്, കുരുന്നോലകളാണ്. മാംസളമായിട്ടുള്ള ഹൃദയം നമുക്കെല്ലാവർക്കും ഈ ഒരു വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ആവശ്യമാണ് എന്ന് പറയുകയാണ്. നമ്മുടെ കരങ്ങളിൽ നമ്മൾ വഹിക്കുന്നതായിട്ടുള്ള ഓരോ കുരുന്നോലകൾ കുരുത്തോലകളായിട്ട് മാറിയ തിരുനാളാണ് ഈ ഓശാന തിരുനാൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാംസളമായ ആർദ്രതയുള്ള എളിമയുള്ള ഹൃദയം നമുക്കുണ്ടാകണമെന്ന് ഈ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ ഹൃദയങ്ങളെ സരളമാക്കുവാൻ, ലളിതമാക്കുവാൻ, സരസമാക്കുവാൻ, മാംസളമാക്കുവാൻ ഈ തിരുനാൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതായിട്ടുള്ള 4 പ്രായോഗിക തലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഈ ഒരു തിരുനാളിനെ അതിൻ്റെതായിട്ടുള്ള പൂർണ്ണ അർത്ഥത്തിൽ കൊണ്ടാടുവാൻ, ആഘോഷിക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്